ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? സോ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നല്ല പോസിറ്റീവിൽ ട്രേഡ് ചെയ്യാൻ, S&P 500 നാസ്ഡാക്ക് എല്ലാം ക്ലോസിംഗ് ന്യൂട്രൽ ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവിലാണ്. ബട്ട് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് നോക്കി, ഗിഫ്റ്റ് നിഫ്റ്റി മോസ്റ്റ്ലി 600 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ആണ്. ആൻഡ് എന്താണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് നമുക്ക് സൂചിപ്പിക്കണമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഇത്രയും നേരം നോർമൽ ആയിരുന്നു, പെട്ടെന്നാണ് ഗിഫ്റ്റ് നിഫ്റ്റി അപ്പ് ആയത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം 2 ദിവസമായിട്ടും അല്ലെങ്കിൽ 2-3 ദിവസമായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനിൽ ഞാൻ കുറച്ച് തൃപ്തിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നത്തെ ഒരു അപ്സൈഡ് മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്കിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും മാർക്കറ്റ് ബോട്ടം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങളിപ്പം ജാപ്പനീസ് മാർക്കറ്റ്സ് നോക്കുവാണെങ്കിലും ബാക്കി എല്ലാ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി യൂറോപ്യൻ മാർക്കറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലനിൽക്കുന്നുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മോസ്റ്റ്ലി ഇപ്പം 688 പോയിന്റ്സിന്റെ അപ്സൈഡ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിൽപ്പുണ്ട്. ആൻഡ് നമ്മുടെ ജാപ്പനീസ് മാർക്കറ്റ്സ് ആണെങ്കിൽ 2520 പോയിന്റും അപ്സൈഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് മാർക്കറ്റ് ആയിരിക്കും തോന്നുന്നു. ആൻഡ് നമുക്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് പോകാം. നിഫ്റ്റി എന്താണ് നമ്മുടെ വ്യൂ എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ വ്യൂ ഇന്നലത്തെ വ്യൂ വെച്ച് നമ്മൾ നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയാൽ കണ്ടില്ലേ? ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോയി കണ്ടില്ലേ? ജസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു. ആൻഡ് അതിനുശേഷം റിവേഴ്സൽ വന്നു. അതിനുശേഷം റേറ്റ് ടെസ്റ്റ് തന്നു. ആ റേറ്റ് ടെസ്റ്റിന് ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോയി. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 23,433 ആണ് അല്ലേ? ഇപ്പോൾ ഇനി ഒരു എത്ര % മൂവ്മെന്റ് ആണ്? ഒരു 1% മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഇനിയുള്ള സോൺസ് ആണ് മാർക്കറ്റ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റിന്റെ ഒരു സെല്ലിംഗ് സോൺ ആയിട്ടാണ് അടുത്ത് ആക്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇത്രയും ദിവസത്തെ പ്രൈസ് ആക്ഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ സോൺ വരച്ചിട്ട് ഇപ്പോൾ 2 ബ്ലാക്ക് ലൈൻ വരച്ച് ഈ സോൺ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു സെല്ലിംഗ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഈ ഒരു മുന്നത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം മാർക്കറ്റ് ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. സോ അവിടെ അത്രയും സെല്ലേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കണക്കാക്കിയിട്ട് വേണം മാർക്കറ്റ് ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇനി ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ മാർക്കറ്റിന് ഡിമാൻഡ് എടുക്കാൻ പറ്റിയ സോൺ എന്ന് പറയുന്നത് 22,900 എന്ന് പറയുന്ന സോണ് മാർക്കറ്റിന് ഡിമാൻഡ് എടുക്കാൻ പറ്റിയ സോണാണ്. ഓക്കെ, 22,900 സോണ് മാർക്കറ്റിന്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അവിടെ നിന്ന് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 22,630. എന്തായാലും ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. അപ്പം ഈ ഒരു ഏരിയ ഓക്കെ. അപ്പം നിങ്ങൾ ഇനി അടുത്ത റെസിസ്റ്റൻസ് 23,400 ആൻഡ് അതിനുശേഷം 23,720 ആൻഡ് 23,866. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി ഇനി വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ന്യൂസസ്, സ്റ്റോക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ന്യൂസസ് ഒക്കെ ഉണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റുകളുണ്ട്. ഏഷ്യാന ഹൗസിങ്ങിനെ ആണെങ്കിൽ അവരുടെ വാല്യൂ ഓഫ് ഏരിയ, സെൽ ചെയ്യപ്പെട്ട വാല്യൂ ഓഫ് ഏരിയയുടെ കണക്കെന്ന് പറയുന്നത് 574 കോടിയിൽ നിന്നും 1289 കോടിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഏരിയ ബുക്ക്ഡ് എന്ന് പറയുന്നത് റൈസ് ചെയ്തിട്ടുണ്ട്. 8.48 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിന്നും 11.19 ലക്ഷം സ്ക്വയർ ഫീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇൻഫോസിസ് ഹാർനസ് എന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഒരു കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ന്യൂസസ് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ആൽഫ ഗ്യാസ് ആയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിൽ ഒരു ലോങ് ടേം ചാർട്ടർ പാർട്ടി അഗ്രിമെന്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ USFDAയുടെ ഭാഗത്ത് നിന്ന് ഓറോബിന്ദോ ഫാർമയ്ക്ക് ഒരു മരുന്നുകളുടെ ഒരു എന്താ പറയാ FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസസ് പുറത്തു വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് ന്യൂസ്, ഡ്രഗ് ബേസ്ഡ് കമ്പനികളിൽ നിന്ന് ഒരുപാട് ന്യൂസസ് ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റിന് ഇന്നത്തെ ദിവസത്തെ ഇതിൻ്റെ ഗ്യാപ്പ് അപ്പിൻ്റെ അനുസരിച്ചായിരിക്കും ഞാൻ ഇന്നത്തെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എന്തായാലും ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങും. എന്തായാലും ഞാൻ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് എംട്രടെക് ആണ്. എംട്രടെക് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംട്രടെക് ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. 3567 എന്നുള്ള റേഞ്ചിൽ ട്രേഡ് എടുത്തു. ശേഷം 3,400 റേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് ആവറേജ് ചെയ്തു. തന്നെ അവിടെ നിന്ന് ഹോൾഡ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഒരു 5 ദിവസം 6 ദിവസമായിട്ട് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് മാരിക്കോ എന്ന് പറഞ്ഞ കമ്പനി എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരിക്കൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആയി. ഞാനിപ്പോൾ ഡിപ്സിൽ വീണ്ടും വന്നേക്കുവാണ്. ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഞാനൊരു 600-700 റേഞ്ച് ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ആൻഡ് മാരിക്കോ എന്തായാലും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് സ്റ്റോക്ക് പഠിക്കാവുന്നതാണ്.
ഓക്കെ, മാരിക്കോ, പിന്നെ ഏതർ എനർജി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. ഏതർ എനർജി കണ്ടില്ലേ, ഒരു നല്ലൊരു സെല്ലിംഗ് സോണിൽ നിൽക്കുകയാണ് 780 എന്നുള്ള റേഞ്ച്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് പെർഫോം ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വാച്ച് ചെയ്യാം. ആൻഡ് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിനെ കുറിച്ചിട്ടാണ്. ഇപ്പം നിലവിൽ 100+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ മാർക്കറ്റ് ഒന്ന് ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് വളരെ നല്ല അവസരങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് നല്ല നല്ല ന്യൂസസ് വരുമ്പോഴത്തേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം പേര് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക്